ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഫാമിലി ട്രിപ്പാണ് ഇത്തവണ. ഫാമിലി ട്രിപ്പ് പോകുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ രാത്രിയിലാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും റെഡിയായി വണ്ടി കയറി. പിന്നെ അനിയത്തിയുടെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു. അപ്പം അവരെയും വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ നേരെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്നല്ല, നമ്മൾ എവിടെ പോകുന്നതിന് മുമ്പ് നമ്മുടെ കോതമംഗലം ചെറിയ പള്ളിയിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ചെന്ന് മെഴുകുതിരി കത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇടുക്കി റൂട്ടാണ് പോകുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു അമ്പലമുണ്ട്. നമ്മളെപ്പോഴും പോകുന്ന വഴിക്ക് വഴിപാടിടാറുള്ള ആ അമ്പലത്തിൻ്റെ അവിടെയും കയറി വഴിപാടൊക്കെ ഇട്ടു. നേരം ഒരു 9 മണി ആയായിരുന്നു അന്നേരത്തേക്കും. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പപ്പായുടെ അമ്മേനെയും അച്ഛനെയും അടിമാലിയിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ബാക്കി സീരിയലൊക്കെ നമ്മൾ ആളായിരുന്നു. പിന്നെ വേറെ ആരും അധികം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫാമിലിയും ക്ലോസ് ഫ്രണ്ട്സും പിന്നെ കസിൻസും പിന്നെ എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സും അത്ര പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളങ്ങോട്ട് പോയി അവരെ പിക്ക് ചെയ്തു. അടിമാലിയിൽ നിന്ന് അവരെ പിക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കര മഞ്ഞായിരുന്നു. മൂന്നാറൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഭയങ്കര മഞ്ഞ് തുടങ്ങിയായിരുന്നു. അടിമാലി കഴിഞ്ഞ് പൂപ്പാറ രാജാക്കാട് പോകുന്ന വഴിയുടെ മഞ്ഞാണിത്. നിറയെ മഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ വരുന്ന വണ്ടി പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മീൻസ് ലൈറ്റുകൾ പോലെ കാണാൻ പറ്റാത്ത പോലെ മഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തമിഴ്നാട് കയറിയപ്പോൾ തന്നെ നമുക്ക് ചായ കുടിക്കാൻ വെളുപ്പിനാണ്, എന്നാലും എല്ലാവർക്കും ഒരു ചായയൊക്കെ കുടിച്ച് ആ ഉറക്കമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മളൊരു കടയിൽ കയറി ചായയും കാപ്പിയും ഒക്കെ പറഞ്ഞു. ഈ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെ, അവിടെ ആൾക്കാർക്ക് വൃത്തിയില്ല എന്നൊക്കെ പറയും. പക്ഷേ എന്താണെന്നറിയില്ല, തമിഴ്നാട്ടിലെ ചായ അല്ലെങ്കിൽ കാപ്പി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് വെളുപ്പിന് കുടിക്കാൻ. പിന്നെ നമ്മൾ പയ്യെ സൺറൈസൊക്കെ കണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ യാത്രയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എല്ലാ കൊല്ലവും വേളാങ്കണ്ണി പോകും. എൻ്റെ ഓർമ്മ വെച്ച് എൻ്റെ ചെറുപ്പം തൊട്ട് ഇപ്പോഴും പോകുന്നതാണ് വേളാങ്കണ്ണിയിൽ. അപ്പോൾ വേളാങ്കണ്ണി പോവുകയാണ് ഇത്തവണ. എല്ലാ വർഷവും ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ഇത്തവണ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ വേളാങ്കണ്ണിയുടെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വ്ളോഗും കൂടെ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. സ്ഥിരം നമ്മൾ പോകാറുള്ള ട്രാവലറാണ്. അപ്പം നമ്മുടെ ഷായി ചേട്ടനാണ് ഡ്രൈവർ. ഷായി ചേട്ടനെയൊക്കെ നമ്മളത് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വേളാങ്കണ്ണിയാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എങ്കിലും നമ്മൾ ആദ്യം കയറിയത് തഞ്ചാവൂർ അമ്പലത്തിലാണ്. തഞ്ചാവൂർ അമ്പലം കൂടാതെ നമ്മൾ ഒരിക്കലും വേളാങ്കണ്ണി പോകാറില്ല. ഈ പോകുന്ന വഴിക്ക് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാ കൊല്ലവും തന്നെ നമ്മൾ തഞ്ചാവൂർ അമ്പലത്തിൽ പോകാറുണ്ട്. തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ അല്ലെങ്കിൽ തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറയുന്ന ഈ അമ്പലം പണിതിട്ട് ഒരുപാട് വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു 1000 കൊല്ലത്തിന് മുകളിലായി ഈ അമ്പലം പണിതിട്ട്. എന്നിട്ടും ഇതുവരെ അന്ന് ചോള ഡൈനാസ്റ്റി പണിത ഈ അമ്പലത്തിൽ ഇതുവരെ ഒരു മോഡിഫിക്കേഷൻസ്, ഒരു റിനോവേഷൻസ് പോലും നടത്തിയിട്ടില്ല. ആ അമ്പലം ഇപ്പോഴും അന്ന് പണിത അതേ രീതിയിൽ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതും. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ത് രസമാണെന്നറിയോ. മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ ഈ ഒരു സമയത്ത് രാവിലെ നമ്മൾ ഇതുവരെ ആ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും നമ്മൾ ഉച്ച കഴിഞ്ഞല്ലെങ്കിൽ രാത്രിയിലാണ് അമ്പലത്തിൽ എത്താറ്. ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിൽ ചെന്നതും. രാവിലെ പൂജയും നമുക്ക് പാലഭിഷേകം കാണാനൊക്കെ പറ്റി. അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു ഭാഗ്യമായിരുന്നു. പിന്നെ നമ്മളവിടെ അധികം കറങ്ങി നടന്നൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ വേളാങ്കണ്ണിയിലേക്ക് പോന്നു. ഉച്ചയ്ക്ക് 1 മണി ആയപ്പോഴത്തേക്കും നമ്മൾ വേളാങ്കണ്ണി എത്തിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പയ്യെ ബീച്ചിലോട്ട് പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ പിന്നെ ഫുഡ് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഫുഡ് രാത്രിയിലത്തേക്കുള്ള ചോറും കൂടെ വെച്ചിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ടൈമാണ്. അപ്പോൾ വലിയ ചൂടില്ല. അപ്പോൾ എല്ലാ പള്ളിയിലും കയറി. ഇതിനകത്ത് ഈ നമ്മുടെ കൂടെ വരുന്ന 2-3 പേരൊക്കെ ആദ്യമായിട്ടാണ് പള്ളിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അവരെ എല്ലാം കാണിച്ചു കൊടുക്കും, പറയുകയൊക്കെ ചെയ്യുകയാണ്. ഇത് മാതാവിൻ്റെ പള്ളിയിലേക്ക് മുട്ടുകുത്തുന്ന ഒരു ഏരിയയാണ്. ഒരു നേർച്ചയാണ് അങ്ങനെ മുട്ടുകുത്തിയ നേർച്ച എന്നുള്ളത്. അപ്പോൾ ആ മുട്ടുകുത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്ററോളം അടുത്ത് അങ്ങനെ മുട്ടുകുത്തി പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു തവണ മുട്ടുകുത്തിയിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹമൊക്കെ സാക്ഷാത്കരിക്കും എന്നാണ് പറയുന്നത്. മുട്ടുകുത്തി നേർച്ച നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അതിയായ ആഗ്രഹമുള്ളപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ എല്ലാ പള്ളിയിലും പോയി കുർബാന നമ്മളെപ്പോഴും രാവിലത്തെ കുർബാനയാണ് കൂടാറ്. അപ്പം രാത്രി തന്നെ എല്ലാ പള്ളിയിലും ഒന്ന് പോയി കയറി മെഴുകുതിരി കത്തിച്ച് വരുവാണെങ്കിൽ രാവിലെ നേരെ കുർബാനയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകാമല്ലോ എന്നുള്ള ഒരു പ്ലാനിങ്ങാണ് ഞങ്ങൾ എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്.
ഒരു ഫ്രൈഡേ നൈറ്റ് പോയിരുന്നു, സാറ്റർഡേ മോർണിംഗ് തഞ്ചാവൂർ കയറി. അങ്ങനെ സൺഡേയിലത്തെ രാവിലത്തെ കുർബാന, മലയാളം കുർബാനയും കണ്ട് തിരിച്ച് പോകാം. അതാണ് നമ്മുടെ എപ്പോഴത്തെയും പ്ലാൻ. പിന്നെ നമ്മൾ ബീച്ച് സൈഡിലോട്ടൊക്കെ നടന്നു പോയപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അതിലൊന്നാണ് എപ്പോഴും ഞങ്ങൾ എല്ലാ വർഷവും തന്നെ ഇവിടെ വന്ന് ഈ പൊറോട്ട എറിയണ സംഭവം. അവർ ഭയങ്കര സിങ്കാണ് അവർക്കത്. അവർ ചെയ്ത് വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോട് അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. രസമാണ് ഇതൊക്കെ കണ്ടിരിക്കാൻ. പിന്നെ അവിടെ ഇങ്ങനെ മീൻ, ഞണ്ട് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോമ്പിലാണ്, പള്ളിയിൽ കയറി കുർബാന കഴിയുന്നത് വരെ ഞങ്ങൾ നോൺ വെജ് കഴിക്കത്തില്ല. പിന്നെ അവിടെ കുറേ ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. മറ്റേ ജൈൻറ്റ് വീലും മറ്റേ ജൈൻറ്റ് സ്വിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ കയറിയ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഗ്യാപ്പില്ല. എല്ലാം എൻജോയ് ചെയ്യാമെന്നാണല്ലോ നമ്മുടെ മൈൻഡ് സെറ്റ്. പിന്നെ കുറേ ഷോപ്പിങ്ങും അല്ലറ ചില്ലറ ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ നൈറ്റ് നേരെ ക്വാർട്ടേഴ്സിൽ വന്ന് കിടന്നു. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു. ചടപടയെന്ന് റെഡിയായി. എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരുന്നു, എന്നാലും ചടപടയെന്ന് റെഡിയായി. 9 മണിക്ക് കുർബാനയ്ക്ക് ഞങ്ങളൊരു 8:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഓടി പാഞ്ഞ് ചെന്നു. ഒരു സീറ്റൊക്കെ കിട്ടി. ആ സമയത്ത് എന്നിട്ട് തന്നെ നിറച്ച ആളായിരുന്നു. പിന്നെ മലയാളം കുർബാന കറക്റ്റ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഫുൾ മലയാളികളെല്ലാം, എപ്പം നമ്മൾ വന്നാലും മലയാളികളുണ്ടാവും ഇവിടെ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുർബാന കണ്ടു. കുർബാന കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ അവിടെ വഴിപാട് നേർച്ചയൊക്കെ ഇടുന്നവരുണ്ടായിരുന്നു. ഇതാണ് പുതിയ പള്ളി, എല്ലാവർക്കും അറിയായിരിക്കും. ഈ പള്ളിയിലാണ് ഇപ്പോൾ കുർബാനയൊക്കെ നടക്കാറ്. 2000 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പള്ളിയാണത്. ഇവിടെയാണ് കുർബാന നടക്കാറ്. പിന്നെ കുർബാന കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒട്ടും വൈകിപ്പിച്ചില്ല. ലഗേജൊക്കെ നമ്മൾ രാത്രി തന്നെ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. നേരെ കയറി. അസിസി ബ്ലോക്കിലാണ് നമുക്ക് എല്ലാ തവണയും കിട്ടാറ്, പള്ളിയുടെ തന്നെ. അസിസി ബ്ലോക്കിൽ കിട്ടുന്നത് നമുക്കിഷ്ടം. പള്ളിയുടെ അടുത്തുമാണ്, നമുക്ക് പോയി വരാനും എളുപ്പമാണ്. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് പിന്നെ വൈബായിരുന്നു. എല്ലാവരും ഡാൻസും പാട്ടും. ഇത്തവണ പിള്ളേരായിരുന്നു കൂടുതൽ. സാധാരണ എപ്പോഴും കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകും, പക്ഷേ ഇത്തവണ നമ്മൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പിള്ളേർ സെറ്റായിരുന്നു കൂടുതലും. അതുകൊണ്ട് അതൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് കഴിക്കാൻ പോണതിൻ്റെ വീഡിയോ ഒറ്റ തവണ പോലും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നെനിക്കൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഡേ ഞാൻ എടുത്തു. അപ്പോൾ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്താണ് എപ്പോഴും കൊണ്ടുപോകാറ്. കാരണം പുറത്തുനിന്ന് കഴിക്കുന്നത് എപ്പോഴും നമുക്ക് പിടിക്കണമെന്നില്ല. മാത്രമല്ല തമിഴ്നാട്ടിലെ ഫ്ലേവേഴ്സ് ഒന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അത്യാവശ്യം വെള്ളവും അരിയും സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും. 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ ഫുഡ് ചോറൊക്കെ വേവിച്ചുകൊണ്ട് വന്നു, കറിയൊക്കെ വെച്ചുകൊണ്ട് വന്നു. അപ്പോൾ നേരെ കഴിച്ചാൽ മതിയായിരുന്നു ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പം ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. വേറെ എവിടെയും നിർത്താനൊന്നുമില്ല. പിന്നെ നമ്മൾ പോണ വഴിക്ക് നല്ല അടിപൊളി നൈറ്റല്ല, ഈവനിങ് സ്കൈ ഒക്കെ കണ്ടു. അപ്പോൾ സൺസെറ്റും കണ്ടു, സൺറൈസും കണ്ടു, എല്ലാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലാസ്റ്റ് ദിവസം മാത്രം നമ്മൾ കഴിക്കാറുണ്ട്. അപ്പം ലാസ്റ്റ് ദിവസം നമ്മൾ നൈറ്റിൽ ഫുഡ് പുറത്തുനിന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എവിടെ നിർത്തിയൊന്നുമില്ല, നേരെ നമ്മൾ പോകുമായിരുന്നു. ഈ പോകുന്ന വഴി ഈ ബോഡിമട്ട്, ഡിണ്ടിഗൽ ആ വഴിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വഴി പോകാൻ. നല്ല ഹെയർ പിന്നൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു വ്യൂ, ആ താഴേക്ക് നോക്കുമ്പോൾ തമിഴ്നാടല്ല, ഐ തിങ്ക് തേനി ഫുൾ കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു യാത്ര. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ.